என்னம்மா இது? அம்மாவுக்கு டென்ஷன் கொடுக்காதுங்க. இங்க வந்த ஆளு ஜீவனா இருந்தா இப்ப நம்மளெல்லாம் என்ன பண்ணிருக்கும்? அம்மா, நம்ம வீட்டுக்குள்ள நம்ம முன்னாடி அவர் எப்படி வருவோமா? அம்மா, நீங்க ஒரு காரியம் பண்ணுங்க. அந்த பையன் இல்லையா, அவரை ஒரு வாட்டி கூப்பிட்டு நித்யா மேடத்தோட பேச சொல்லுங்க. அந்த സൗണ്ടോட കൺഫ്യൂഷൻ പോകട്ടെ. ഞാൻ വിളിക്കാം. നിത്യേച്ചി, നിത്യേച്ചി വന്നേ, നമുക്ക് ആദ്യയുടെ മുറി ചെന്നിരിക്കാം. വാ. கடவுளே, அம்மா, எவ்வளவு நாள் நம்மால் இது மூடி வைக்க முடியும்? എനിക്കറിയില്ല. முன்னாடி நம்ம கண் முன்னாடியே வந்திருக்கு, இப்ப வீட்டுக்குள்ள இல்ல. இனி நம்மால எதுவும் பண்ண முடியாது. நித்யா மேடம் அவரை கண்டிப்பா பார்த்துடும். ഇല്ല, അത് പാടില്ല ശരവണ. ഇടയിൽ നിൽക്കുന്ന നമ്മളൊക്കെ ചാകേണ്ടി വന്നാലും അവൻ അവളെ കാണരുത്. അത് അവനെ നശിപ്പിക്കും, അവളെ നശിപ്പിക്കും. അമ്മ, ഒന്നുകിൽ ജീവൻ ഇവിടെ വരുന്നത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിത്യ ഇവിടെ നിന്ന് പോണം. അമ്മ, அதுக்கு என்னம்மா വഴി? നിത്യമോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അമ്മ, അവൻ എത്ര നന്നായി എന്ന് പറഞ്ഞാലും അവന്റെ ജീവിതത്തിലേക്ക് ഇനി നിത്യയില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈശ്വരൻ നടത്തി തരട്ടെ. നടക്കുമോനെ, വാ ചോദി. ഹരി, ഈ അന്നദാനത്തിന് പാകം ചെയ്യാൻ വന്നിരിക്കുന്നവര് പുതിയ ആൾക്കാരാ? വന്നവര് ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ലല്ലോ.
ഞാൻ പോട്ടെ. ഇന്ന് മിക്കവാറും പാചകക്കാരായിട്ട് അംഗം തന്നെ നടക്കും. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ കൂടെ അങ്ങോട്ട് ചെല്ലേ. എന്തിന്? എല്ലാം അറിയുന്ന ഒരാള് പോയിരിക്കല്ലേ. ചെന്നൊന്ന് നോക്കടാ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യമല്ലേ. ആ ജ്യോതിമ പ്രസാദം കൊടുക്കുക, വാങ്ങ എല്ലാരും വാങ്ങ, വാങ്ങ നല്ല ടേസ്റ്റ് ആക്കും. സത്യം പറഞ്ഞ സുജാതെ, ഇവര് രണ്ടുപേരും നമ്മളെ കാണിക്കാൻ വേണ്ടി വഴക്കൂടെയാണെന്നേ ഉള്ളൂ. ഉള്ളിലൊന്നുമില്ല രണ്ടാക്കും. അതെനിക്കും അറിയാം രാമകൃഷ്ണേട്ടാ. ആ, പിന്നെ ഉള്ളിലൊരു മുഖംമൂടി ഉണ്ടല്ലോ എല്ലാവർക്കും നിലനിൽക്കാനായിട്ട്. എല്ലാം തയ്യാറായോ? കറികളെല്ലാം തയ്യാറായിട്ടുണ്ട്. ചോറ് ദേ തിളച്ചോണ്ടിരിക്കുക, രസം ദേ ആയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പായസം വെക്കാം. ഒക്കെ റെഡിയാണ്. ആ, പെട്ടെന്ന് ചെയ്തു തീർക്ക്. ആ. എല്ലാം നന്നാവണേ. അതെങ്ങനെയാ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത്? പാചകത്തിന് അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. പെട്ടെന്ന് ചെയ്തു തീർത്താ വേഗാത്തത് തിന്നേണ്ടി വരില്ലേ? നിങ്ങൾക്ക് എത്ര കാലമായിട്ട് പാചകം അറിയാം? ആ, പാചകമൊക്കെ എനിക്ക് കുഞ്ഞിലേ അറിയാം. ഓ, ജനിച്ചു വീണപ്പോഴേ പാചകക്കാരനായിരുന്നോ? അതിപ്പോ എന്നെ പുറത്തെടുത്ത ഡോക്ടറോട് പോയി ചോദിക്കണം. അങ്ങേരാണെങ്കിൽ മരിച്ചും പോയി. ഞാൻ എത്ര കാലമായിട്ട് പാചകം ചെയ്യുന്നു എന്നറിയോ? ആ, കുറെ കാലമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ പ്രധാനം, അല്ലേ ഏട്ടാ? ആ അതെ അതെ. അയാളെ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്തിന്റെ നാവില് വെച്ചാ അതിൽ എന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെ കൂടുതലുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതാണോ ഇപ്പൊ ആന കാര്യം? എനിക്കിത് നാവിൽ വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. മണത്ത് നോക്കിയിട്ട് ഞാൻ പറയും. മണത്ത് നോക്കിയിട്ട് പറയോ? ഇത് വല്ലാത്ത സിദ്ധിയാണല്ലോ. ഇതിനെ ഉപ്പിത്തിരി കുറവാ, കുരുമുളകൊട്ട് ചേർത്തിട്ടുമില്ല. എന്താ സാറേ ഇത്? അതൊക്കെ കീറ് കൃത്യ. അയ്യോ, തർക്കിക്കല്ലേ. മണത്ത് നോക്കി കണ്ടുപിടിക്കുന്ന ആളാ. തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇതിന് ഉപ്പ് കുറവാ, കുരുമുളകൊട്ട് ചേർത്തിട്ടുമില്ല. ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, ഒന്ന് കണ്ടുപിടിച്ചേ. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്താ ഈ കാണിച്ചേ? തിളയ്ക്കുന്ന രസം എടുത്ത് ആരെങ്കിലും കയ്യിൽ ഒഴിക്കും? ഇങ്ങോട്ട് വന്നേ. பால்மழை பொழிந்தாலும் முகம் நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. வெண்ணிலாவின்
വേദനയുണ്ടോ? കതിരല്ലേ വർണ്ണരാവിനൊളിയല്ലേ നീ മാനമേഘ ചിറകല്ലേ പൂമഴവോ നീയല്ലേ നിന്നുയിരായി ഞാനില്ലേ അഴകിൻ അഴകിൽ ഞാൻ വെറുതെ തർക്കിച്ചു നിന്ന് ഓരോ കുഴപ്പങ്ങളുണ്ടാക്കി. ഇതാ എന്റെ കുഴപ്പം. കിനാവിൻ കതിരല്ലേ വർണ്ണരാവിനൊളിയല്ലേ നീ വാനമേഘ ചിറകല്ലേ. അമ്മാവൻ എപ്പോ വന്നു? വർഷങ്ങളായി. ഞങ്ങളിവിടെ പാചകത്തിന്റെ അല്ലേ എന്തെങ്ങനെ നോക്കുന്നേ? ആ. ടീച്ചറിന്റെ കൈപൊള്ളി അതാ. ടീച്ചറിന്റെ കൈ പൊള്ളിയന് നിനക്ക് എന്തിനാ ഇത്ര സങ്കടം വന്ന? ദേ അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ടീച്ചർക്കെന്നല്ല, ആർക്ക് പരിക്ക് പറ്റിയാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ. ഓടാ, എന്നിട്ട് എന്റെ വിരലിന് പരക്ക് പറ്റിയപ്പോ നീ നോക്കിയില്ലല്ലോ. ആകാശതാരം ഞാൻ ഇപ്പൊ വരാം ടീച്ചറെ. നിന്നണിഞ്ഞല്ലോ അമ്പിളി മാരത്തെ പൊന്മാനെ എന്താ പറ്റിയ മോളെ? ഡ്രസ് എടുത്ത് കയ്യിലൊഴിച്ചപ്പോ ഞാനത് ഓർത്തില്ല, തിളച്ചിരിക്കായിരുന്നു. ശ്രദ്ധിക്കണ്ടേ മോളെ? അല്ല, അവനുണ്ടായിരുന്നോണ്ട് കുഴപ്പമുണ്ടായില്ല. അല്ല, നിന്നെ നോയിക്കോളൂ. രസവേ പൊള്ളൂല്ലേ? അതാ. അതെ, ഇവിടുത്തെ ഭഗവാന്റെ പ്രസാദമാ. ഇതേ സകല രോഗങ്ങൾക്കുള്ള മരുന്നാണെന്നാ പറയുക. അയ്യോ, എന്തു പറ്റി മോളെ? ടീച്ചറെ,
നീ അവളെ വല്ലതും ചെയ്ത അല്ല അത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ അമ്മ വന്നേ. മോളെ എന്തു പറ്റിയോ? ഹരിയേട്ടനുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായി കാണും. അവളുടെ നെറ്റിയിൽ കുങ്കുമം ഉണ്ടല്ലോ. എന്താ ഉണ്ടായത്? അത് ടീച്ചറിന്റെ കൈയൊന്ന് പൊള്ളി, വേദന കുറയുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ അമ്പലത്തിലെ പ്രസാദത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് പറയുന്നു. ഞാനതുകൊണ്ട് കയ്യിൽ നെറ്റിയിലൊക്കെ തൊടിയിച്ചു. പെട്ടെന്ന് ടീച്ചർ കരഞ്ഞ് ബഹളവും വെച്ചു. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊരു വലിയ കഥയാണ് രാമകൃഷ്ണേട്ടാ. അമ്മേ, അത് നോക്കി. ഇതെന്താ ഈ കാണിക്കുന്നത്? അത്രയ്ക്ക് വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? വിദ്യേച്ചി, എന്തേ കാണിക്കുന്നേ? വിദ്യേച്ചി, ഇത് എന്തേ കാണിക്കുന്നേ? അവള് പൊട്ടു തൊടാറില്ല. അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾ ഇന്ന് വരെ പൊട്ടു തൊട്ടിട്ടില്ല.